ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു വിജുവാല 2.0. നമുക്ക് +2 ഫെയിൽഡ് ആയ കുട്ടികളെല്ലാവരും ഒരുപാട് ടെൻഷനിലാണ് ഇരിക്കുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ ആ ടെൻഷനുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് മിസ് ഇന്ന് പറയാനായിട്ട് തോന്നുന്നത്. നമ്മൾ കൊമേഴ്സ് ബാച്ചിലെ കുട്ടികൾക്കുള്ള എക്സാമുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമുക്ക് ജൂൺ 23 നമുക്ക് എക്സാമുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എക്സാം എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ? നമുക്ക് ഈ വർഷം തന്നെ നിങ്ങളുടെ കൂടെ പാസ്സായവരുടെ ഒപ്പം നിങ്ങൾക്ക് പാസ്സാവാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. 27th വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്. അപ്ലിക്കേഷൻ നിങ്ങൾക്ക് 27th വരെ പോയിട്ട് കൊടുക്കാം. നിങ്ങളുടെ പ്രിൻസിപ്പളിനെ സ്കൂളിൽ പോയിട്ട് കൊടുക്കാം. അത് കൊടുക്കാത്ത കുട്ടികൾ, ഇപ്പം ടെൻഷൻ അടിച്ചിട്ടും വിഷമിച്ചിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എത്രയും വേഗം എക്സാമിന് കൊടുക്കാം. ഒരുപാട് പേരെ റിസൾട്ട് വന്നിട്ട് കുറേ കുട്ടികൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഡെസ്പായിട്ട് ഇരിക്കുകയാണ്. അവരെന്ത് ചെയ്യാണ്? ഞങ്ങൾ ഫെയിൽഡ് ആയില്ലേ, ഇനി അതവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് +2 പാസ്സാവാതിരിക്കുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത്, മക്കൾ നിങ്ങൾ 2 കൊല്ലം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ. പഠിച്ച് കഷ്ടപ്പെടലല്ലെങ്കിൽ പോലും ഇപ്പോൾ ഫെയിലായ കുട്ടികളെ സംബന്ധിച്ച് പഠിച്ച് കഷ്ടപ്പെടലല്ല, നിങ്ങളെ പാരൻസ് ആ 2 കൊല്ലം നിങ്ങൾക്ക് എത്രത്തോളം പൈസ ചിലവാക്കിയിട്ടുണ്ട്. യൂണിഫോമോ സ്കൂൾ, നിങ്ങൾ തന്നെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോയി തിരിച്ച് വന്ന് 2 കൊല്ലം പ്രാക്ടിക്കൽ എക്സാമുകളും നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും പിന്നെ ടീച്ചേഴ്സിൻ്റെ അസൈൻമെൻറ്റുകളും എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊക്കെ വേസ്റ്റ് ആവുകയാണ് നിങ്ങൾ ഈ എക്സാം എഴുതി പാസ്സായിട്ടില്ലെങ്കിൽ. അപ്പോൾ അത് നമ്മൾ എന്തിനാണ് വെറുതെ കളയേണ്ടത്? അതുകൊണ്ട് തന്നെ എക്സാം എഴുതാനായിട്ട് എല്ലാവരും റെഡി ആവാം. അതായത് ഫെയിൽഡ് ആയ കുട്ടികളെ എത്രയും വേഗം ലാസ്റ്റ് ചാൻസ് എന്ന് വെച്ചാൽ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. നിങ്ങൾക്കിനി വർഷം എഴുതാം, പക്ഷേ ഒരു വർഷം തന്നെ 12 മാസം നിങ്ങളുടെ അത്രയും ടൈം പോവാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ആരെങ്കിലും ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം 27-ാം തീയതിക്ക് മുന്നേ തന്നെ ആയിട്ട് സ്കൂളുകളിൽ ചെന്ന് എക്സാമിൽ അപ്ലൈ ചെയ്യണം. ഇനി നിങ്ങൾക്ക് പഠിച്ചാൽ കിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. പഠിച്ചാലൊക്കെ കിട്ടും. പാസ്സാവാനുള്ള ഒരു 24 മാർക്ക് അല്ലെങ്കിൽ നമുക്ക് 48 മാർക്കാണ് മാക്സിമം. +1 നിങ്ങൾ പഠിച്ച മാർക്ക് അവിടെ കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെയാണ് നമുക്ക് മാർക്ക് ആഡ് ആയിട്ട് വരിക. അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ലാസ്റ്റ് ചാൻസ് ആയി എക്സാം നിങ്ങൾ വിടരുത്, അത് മുറുകെ നിങ്ങൾ പിടിച്ചിരിക്കാം. ഇനി നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 23 അല്ലെ. ജൂൺ 23. ഇന്നിപ്പോൾ ഡേറ്റ് മെയ് 25 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഒരു ഇപ്പോൾ ജൂണിൽ 23 സ്റ്റാർട്ട് ചെയ്തിട്ട് ജൂൺ 27 ആകുമ്പോഴേക്കും നമ്മുടെ എക്സാം ഷെഡ്യൂൾ അവിടെ കഴിയും. ഈ എക്സാമിൻ്റെ റിസൾട്ട് നമുക്ക് വരുന്നത് 1 മന്തിനുള്ളിലാണ്. അതായത് ഒരു ജൂലൈ ലാസ്റ്റോട് കൂടി നമുക്ക് എന്ത് വരാം? നമുക്ക് ഈ എക്സാമിൻ്റെ റിസൾട്ട് വേഗം വരാം. അതിൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം തന്നെ കോളേജുകളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. കോളേജിൽ സ്റ്റാർട്ടായിട്ടേ ഉണ്ടാവുള്ളൂ. ഓട്ടോണമസ് കോളേജുകളിലൊക്കെ ആണെങ്കിൽ എത്രയും വേഗം ക്ലാസ് തുടങ്ങും. പക്ഷേ ക്ലാസ് തുടങ്ങിയാലും എക്സാം പാസ്സായി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനെ പിന്നെയും നമുക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ കോളേജുകളിൽ പോയി പറഞ്ഞു വെച്ച് അഡ്മിഷൻ ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരു 2 മാസത്തെ കഷ്ടപ്പാട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഫെയിൽഡ് ആയ കുട്ടികൾക്ക് പാസ്സായിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം? എക്സാം നിങ്ങളുടെ ഒരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള പോലെ നിങ്ങൾ കാണണം. ഇനി നമുക്ക് പഠിക്കാനുള്ള ടൈം, അപ്പോൾ നിങ്ങൾ 27-നൊക്കെ മുന്നേ അപ്ലൈ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒരു 25+, അതായത് 26-27 ദിവസമോ അല്ലെങ്കിൽ നിങ്ങൾ നാളെ മറ്റന്നാളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ദിവസം മാക്സിമം ഒരു 1 മന്താണ്. ഇതിൽ 2 സബ്ജക്റ്റ് ചെയ്യുന്നവരുണ്ട്, 3 സബ്ജക്റ്റ് ചെയ്യുന്നവരുണ്ട്, 4 സബ്ജക്റ്റ് ചെയ്യുന്നവർ വരെ ഉണ്ട്, 1 സബ്ജക്റ്റും ചെയ്യുന്നവരുണ്ട്. ഈ 25 ഡേയ്സ് കൊണ്ട് നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. എങ്ങനെ പഠിച്ചെടുക്കും? നമുക്ക് പാസ്സായാൽ പോരെ. എല്ലാത്തിലും ഫുൾ മാർക്ക് വേണമെന്നല്ലല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു സബ്ജക്റ്റൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ A+ വരെ വാങ്ങാനായിട്ട് പറ്റും. അതായത് +2 A+. 2 സബ്ജക്റ്റ് ഉള്ളവർക്ക് ഒരു A വരെ പോവാം. 3 സബ്ജക്റ്റ് ഉള്ളവർക്ക് ഒരു B+ വരെ കിട്ടും. 4 സബ്ജക്റ്റ് ഉള്ളവർക്ക് ആ 4 സബ്ജക്റ്റും നമുക്ക് പാസ്സാവാൻ പറ്റും. ഒരു ഡബിൾ പാസ് ലെവലിലേക്ക് എത്താൻ പറ്റും. ഈ 25 ഡേയ്സ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ, ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ എല്ലാതും ആര് വലിച്ച് പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങണ പോലെ ഉറക്കൊളിച്ചിരുന്ന് പഠിക്കണം എന്നൊന്നുമല്ല. ആവശ്യമുള്ളത് മാത്രം, നമുക്ക് പാസ്സാവാനുള്ളതാണെങ്കിൽ അത് മാത്രം പഠിക്കാം.
അതിൽ ഏതൊക്കെയാണ് പാസ്സാവാൻ ആവശ്യം, ഏതൊക്കെ പഠിക്കണം, എത്ര മാർക്കിന്റെ പഠിക്കണം. 1 മാർക്കിന്റെ ഒക്കെ നിങ്ങൾ പഠിക്കണം എന്നുണ്ടോ? ഇല്ല. നിങ്ങൾ മെയിനായിട്ട് 5 മാർക്ക് 4 മാർക്കിന്റെ ഒക്കെ പഠിച്ചാൽ തന്നെ നിങ്ങൾ അത്രയും പാസ്സായി. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് 25 ഡേയ്സ് ധാരാളമാണ്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെ പഠിക്കണം? നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യണം. അല്ലാതെ ജയിക്കാനുള്ള 2 പാഠം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു 2 3 പാഠം പഠിച്ചിട്ടും നിങ്ങൾ ജയിക്കാൻ പോകുന്നില്ല. അതുപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അറിയണം. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളും കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിഫറെൻ്റ് എന്താണെന്ന് നിങ്ങൾ അറിയണം. ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്സ് മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി. ഷോർട്ടായി പഠിച്ചാൽ മതി. എല്ലാം വലിച്ചു വാരി എസ് എ മാർക്ക് പോലെ ഇങ്ങനെ ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയുള്ളതൊന്നും എസ് എ മാർക്ക് പോലെ ഇങ്ങനെ വലിച്ചു വാരി പഠിക്കേണ്ട. ആവശ്യമുള്ളത് മാത്രം പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാം. ഇനി മാക്സിമം നമുക്ക് കിട്ടുന്നത് 40 മാർക്കാണ്. നമുക്ക് 80 പരീക്ഷയിൽ 48 മാർക്കും 60 പരീക്ഷയിൽ 36 മാർക്കാണ് ഡബിൾ പാസ്. അതിലെ +1 ഒരു 10 മാർക്കിൻ്റെ ഉള്ളിൽ എല്ലാവരും നേടിയിട്ടുണ്ടാവും. ബാക്കിയുള്ള മാർക്ക് മാത്രം നിങ്ങൾ +2 അക്വയർ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാനും ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ ഒരു സപ്പോർട്ട് ഇല്ല എങ്കിൽ നമ്മൾ കൊമേഴ്സ് ബാച്ച് സേ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് സേ ബാച്ചിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ 10 ഡേയ്സിൻ്റെ കംപ്ലീറ്റ് ക്രാഷ് എന്ന് പറഞ്ഞിട്ട് ഓൺലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൽ നിന്നൊക്കെ എന്താണ് സേ ബാച്ചിൽ നിന്ന് ഇത്ര വ്യത്യാസം? എന്താണെന്ന് വെച്ചാൽ സേ ബാച്ചിലെ സ്റ്റുഡൻസ് വ്യത്യാസമാണ്. നമുക്ക് വരുന്ന സ്റ്റുഡൻസ്, അതായത് മിസ്സിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് വരുന്ന എല്ലാ സ്റ്റുഡൻസും ബിലോ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ? കാരണം എന്താ, അവർ ഫെയിൽഡായ കുട്ടികളാണ്. എന്നാൽ ഫെയിൽഡായ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെ മാറ്റി കാണുകയല്ല ചെയ്യുന്നത്. ആ കുട്ടികളുടെ മൈൻഡ് അനുസരിച്ചിട്ടാണ് മിസ് പഠിപ്പിക്കുന്നത്. മീൻസ് ക്രാഷ് ബാച്ച് ആണെങ്കിലും ഒക്കെ നമ്മളെല്ലാവരും ഒരേ രീതിയിൽ കണ്ടിട്ട് എല്ലാവർക്കും ഒരേ അളവിലാണ് പഠിപ്പിക്കാറ്. സേ ബാച്ച് എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ 2 വർഷം കഷ്ടപ്പെട്ടവരാണ്. അവർക്ക് ജയിക്കാനുള്ളത് മാത്രം നല്ല രീതിയിൽ പറഞ്ഞെടുക്കുക എന്നുള്ളതാണ് മിസ്സിൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി 4 സബ്ജക്റ്റുകൾ, അക്കൗണ്ടൻസി, ബിസിനസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ, ഇതൊക്കെ ലൈവ് ക്ലാസ്സസ് ആണ് മിസ് എടുക്കുക. ഡെയിലി ലൈവ് ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 hour എബവ് എന്തായാലും ക്ലാസ് ഉണ്ടാവും. മോർണിംഗ് ടു നൂൺ സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ഈ 4 ക്ലാസ്സുകൾ അവസാനിപ്പിക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു 3 മണി വരെ, 3 മണിക്കുള്ളിൽ നമ്മൾ 1 hour ഇടയിലിടെ ക്ലാസ് തുടങ്ങിയിട്ട് നൈറ്റും ഈവനിങ്ങും മിസ് എന്താണോ അന്ന് എടുത്തത് അത് മാത്രം പഠിക്കാം. കാരണം നിങ്ങൾ സേഫ് സ്റ്റുഡൻസ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഉള്ള കാര്യങ്ങളും വരുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പരിചയപ്പെടുത്തി തരലൊക്കെയാണ് ഈ ഒരു ബാച്ചിൽ മിസ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ കുറച്ച് പേര് ഫെയിൽഡായിട്ടും അതുപോലെ തന്നെ 10 ഡേയ്സിൻ്റെ മിസ്സിൻ്റെ ക്ലാസ് മാത്രം വാങ്ങിച്ചു പോയ കുട്ടികളൊക്കെ ചോദിച്ചിരുന്നു, ആ ബാച്ചും ഈ ബാച്ചും നമ്മൾ എന്താണ് മിസ്സേ വ്യത്യാസം? പാസ്സായവർ വരെ ചോദിച്ചു, എന്താണ് മിസ്സസ് എ ബാച്ചും ഇത് നമ്മളുടെ വ്യത്യാസം? ഇതാണ് നമ്മളെ സ്റ്റുഡൻസിൻ്റെ ബേസിക് അനുസരിച്ചിട്ടാണ് സേ ബാച്ചിൽ പഠിപ്പിക്കുന്നത്. നമ്മളൊരു ഫസ്റ്റ് ഒരു ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇനി നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് പേഴ്സണലി ഡൗട്ടൊക്കെ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കാം. അക്കൗണ്ടൻസിനെ സംബന്ധിക്കുകയാണെങ്കിൽ നമ്മൾ പ്രോബ്ലംസ് നന്നായി നോക്കും. കാരണം ഏത് ഫെയിലായ കുട്ടികൾക്കും അക്കൗണ്ടൻസിന്റെ ബേസിക്സ് അറിയില്ല എന്ന് പറഞ്ഞുള്ള കുട്ടികൾക്കും മിസ് ചെയ്യുന്ന ഓർഡറിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പാസ്സാവാൻ ഈ പ്രോബ്ലംസ് മാത്രം തന്നെ ധാരാളം. ഈ പ്രോബ്ലംസ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് തിയറി വേണമെങ്കിലോ ആ തിയറീസ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിക്കും. അങ്ങനെയാണ് അക്കൗണ്ടൻസി എടുക്കുക. ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, അതിലിപ്പോൾ 2ാം പാഠം 3ാം പാഠമൊക്കെ ഒന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയ 3ാം പാഠം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെയുള്ള പാഠങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. 1ഓ 2ഓ പാഠം ബിസിനസ്സിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന പാഠങ്ങൾ, 2 പാഠങ്ങൾ നമുക്ക് അതിൽ സ്കിപ്പ് ചെയ്യാം. ബാക്കിയുള്ള പാഠങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ജയിക്കാനുള്ളത് ഒരു 40 മാർക്കുള്ളതുണ്ട്. അതും ബിസിനസ്സും ഇങ്ങനെ വലിച്ചു വാരിയല്ല, ഷോർട്ട് നോട്ടുകളാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്, ഷോർട്ട് നോട്ട്സുകൾ. എക്കണോമിക്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ കുറച്ച് പ്രോബ്ലംസും അതുപോലെ തന്നെ കുറച്ച് കർവുകളും പിന്നെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്തുള്ള കുറച്ച് തിയറികളും അത്രയൊക്കെ ആയാൽ തന്നെ എക്കണോമിക്സിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുള്ള കാര്യം ഷുവറാണ്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മിസ് ക്ലാസ് എടുക്കുന്ന മലയാളം മനസ്സിലായാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ചെയ്യുന്നതോടുകൂടി അത് എഴുതാം. ആ ടെക്നിക്കും ടിപ്സൊക്കെ നമ്മൾ ഈ സേ ബാച്ചിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിലും കുറച്ച് പോയിന്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രോഗ്രാംസുകൾ നമുക്ക് പഠിക്കേണ്ട, പ്രോഗ്രാംസുകൾ പഠിക്കാതെ തന്നെ നിങ്ങൾക്ക് പാസ്സാവാനുള്ളത് മിസ് ഒപ്പിച്ചേരും. ഇങ്ങനെയാണ് ഈ 4 സബ്ജക്റ്റും ഞാൻ തന്നെയാണ് ക്ലാസ് എടുക്കുക. ഇനി ഇതിൽ ഇംഗ്ലീഷും മാത്സും ഉള്ള കുട്ടികളുണ്ട് അല്ലേ,
അപ്പോൾ ഇംഗ്ലീഷും മാത്സും ഇത്തവണ സയൻസ് ബാച്ചുകാർക്ക് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഇനി എങ്ങാനും ഒരു 10 ഡേയ്സോ 20 ഡേയ്സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇനി നമ്മൾ അവരെ അറിയിക്കും. അപ്പോൾ സയൻസ് ബാച്ചിൽ മിസ്സാണ് നമുക്ക് ഇംഗ്ലീഷും മാത്സും ക്ലാസ് എടുത്തിരുന്നത്. ആ 2 സബ്ജക്റ്റുകളും ഡെയിലി ലൈവ് ക്ലാസ്സസ് ഇത്തവണ ഇല്ല. പകരം നമുക്ക് 500 റുപ്പീസ് പേയ്മെൻറ്റിലെ ഇത് രണ്ടിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ക്രാഷ് ബാച്ചിനെടുത്ത റെക്കോർഡഡ് ക്ലാസ്സസുകളാണ്. അത്രയും നല്ല ക്ലാസ്സുകളൊക്കെ തന്നെയാണ്. അതും നിങ്ങൾക്ക് ഓരോ ദിവസം പഠിപ്പിക്കുന്നതിന് പകരം അതിലെ ഓരോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പഠിക്കാം. ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും അത് പഠിച്ചാലും നിങ്ങൾക്ക് സാബ് ബാച്ചിൽ നല്ല മാർക്ക് കിട്ടും. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മിസ് തരുന്നുണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്ത് ചില കുട്ടികൾ ഇംഗ്ലീഷും 2 സബ്ജക്റ്റൊക്കെ ഫെയിൽഡ് ആയവർക്ക് ഈ ഒരു ക്ലാസ്സിൽ അങ്ങനെയും ജോയിൻ ചെയ്യാം. ഇനി ഇതെന്നെ പറഞ്ഞിരുന്ന നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് അക്വയർ ചെയ്യാനുള്ള ആ ഒരു ടൈം വേസ്റ്റ് ചെയ്യാതെ എത്രയും വേഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് 27th ആണ് ഉദ്ദേശിക്കുന്നത്. 26ന് ഒരു ട്രയൽ ഇട്ടിട്ട് 27th നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം നമുക്ക് ദിവസങ്ങൾ കുറവാണല്ലോ, 25 ഡേയ്സെങ്കിലും നമുക്ക് ക്ലാസ് കിട്ടണം. അപ്പോൾ അത്രയും 27th ക്ലാസ് തുടങ്ങുമ്പോൾ അതിന് മുന്നേയായിട്ട് നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ എടുത്തിട്ട് ജോയിൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള നമ്പറാണ് മിസ്സിവിടെ കൊടുത്തത്. മിസ്സിൻ്റെ നമ്പറാണ്. ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ചോദിക്കാം, വേഗം അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പപ്പോൾ ദിവസങ്ങളിൽ പഠിക്കാം. പിന്നെ നിങ്ങളൊന്നും ആലോചിക്കേണ്ട, ഡെയിലി ക്ലാസ്സിലും ഉണ്ടോ, പഠിക്കാൻ പറ്റുന്നുണ്ടോ, ആ പഠിച്ച ടോപ്പിക്കുകൾ നോക്കിയാൽ മാത്രം മതി. അല്ലാതെ വേറെ എക്സ്ട്രാസ് ഒന്നും നിങ്ങൾ ടെൻഷൻ കയറ്റേണ്ട ആവശ്യമില്ല. ഓക്കെ എവ്രിവൺ. അപ്പോൾ എല്ലാ കുട്ടികളും ടെൻഷൻ അടിക്കാതെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.